നിങ്ങളുടെ ഭാഗ്യങ്ങളെ കുറിച്ച് അറിയുവാനായിട്ട് കൊടുത്തിട്ടുള്ള ഈ ചിത്രങ്ങൾ, അതായത് 5 ചിത്രങ്ങൾ നിങ്ങൾക്ക് എന്തുവിധം ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. കാരണം ഒരുപാട് കഷ്ടതകളിലൊക്കെ ഇരിക്കുന്ന നിങ്ങൾക്ക് വളരെ അധികം നന്മകളൊക്കെ വാരി വിതറുന്ന ചിത്രങ്ങൾ തന്നെയാവും. അപ്പോൾ ഇതിലുള്ള ആ ഒരു ചിത്രങ്ങളിൽ തൊട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഫലത്തെ മനസ്സിലാക്കാവുന്നതാണ്. ഇതിൽ 7 ദിവസം, ഏറിയാൽ 14 ദിവസം, അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെതായ നന്മകളും തിന്മകളും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം, ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. തീർച്ചയായിട്ടും 100% ഇതിൻ്റെതായ ഒരു ഫലം നിങ്ങളിലേക്ക് ഉണ്ടാകും എന്നുള്ളതിന് യാതൊരുവിധ സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഈ കാണിച്ചിട്ടുള്ള 5 ചിത്രങ്ങൾ, അതിൽ നിങ്ങൾക്ക് 1 മുതൽ 5 വരെയുള്ളതിൽ ഏത് ചിത്രങ്ങൾ വേണമെങ്കിൽ തൊടാം. അതിനു മുന്നോടിയായി നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരനെ നന്നായിട്ട് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് നിങ്ങളുടെ കഷ്ടതകളും സങ്കടങ്ങളും ഒക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഈശ്വരനോട് പറഞ്ഞതിന് ശേഷം ഇതിൽ കാണുന്ന ചിത്രം തൊടുക. തൊട്ടതിന് ശേഷം അതിൻ്റെതായ ഫലം നിങ്ങൾ തന്നെ കേട്ട് മനസ്സിലാക്കുക. തീർച്ചയായും അത് നിങ്ങൾക്ക് ഒരു നല്ല ഫലം തന്നെ ആയിരിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ഇത് വളരെ ഏറെ ഗുണകരമായ ഒരു ചിത്രവും അതുപോലെ തന്നെ ഫലങ്ങളും അങ്ങനെ തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും ഉപകാരപ്രദമായ ഒരു ചിത്രം തന്നെയാണ്. നിങ്ങൾ തിരഞ്ഞെടുത്തത് 1ാമത്തെ ചിത്രം ആണെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള സങ്കടങ്ങളൊക്കെ തീർന്നു പോകുന്ന ഒരു കാലഘട്ടം തന്നെയാവും ഇനി വരിക. നല്ലതായിട്ട് ധനലാഭമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം അവിടെ വരികയും ചെയ്യും. അതുപോലെ തന്നെ കുടുംബം ഒക്കെ നല്ല സർവ്വ ഐശ്വര്യത്തോടുകൂടി പോകുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നത് തന്നെയാണ്. നിങ്ങളുടെ ജന്മത്തിൽ തന്നെ സർപ്പങ്ങളുടെ ഇടപെടൽ ഉണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഇനിയും ഒരു 8 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പുതിയ ഒരു ലോകം തുറന്നു വരുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും അവിടെ വരിക. ഇതുവരെയൊക്കെ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കൊക്കെ നിങ്ങൾ തന്നെയാകുന്നു കാരണക്കാരനെന്നും ഈ ചിത്രം പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിഡ്ഢിത്തങ്ങളൊക്കെ കാട്ടി ഒരുപാട് പണമൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നും കൂടി ചിത്രം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ച് സൂക്ഷ്മമായ ഒരു ചിന്താഗതിയോടുകൂടി മുന്നിലേക്ക് പോയാൽ സർവ്വവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഈ 1ാമത്തെ ചിത്രം നൽകുന്നതാണ്. അപ്പോൾ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി വരുന്നത് അടുത്ത 8 ദിവസം കഴിയുമ്പോൾ ഉണ്ടാകുമെന്നാണ് ഈ ചിത്രം പറയുന്നത്. തിരഞ്ഞെടുത്തത് 2ാമത്തെ ചിത്രം ആണെങ്കിൽ നിങ്ങൾക്ക് മനോവിചാരം ഒക്കെ തീർന്ന് ഒരു നല്ല കാലം ആരംഭമാവുകയും ചെയ്യുന്നതാണ്. ഗ്രഹസ്ഥിതികളൊക്കെ നന്നായി വരുന്നുണ്ട് എന്നാണ് 2ാമത്തെ ചിത്രം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് കാര്യത്തിലും വളരെയേറെ ജാഗ്രത പാലിച്ച് തന്നെ ഇരിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കലും തന്നെ നിങ്ങൾക്ക് അഹങ്കാരം ഉണ്ടാകുവാൻ പാടുള്ളതല്ല എന്ന് കൂടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറ്റം പറയുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. ആരെയും തരം താഴ്ത്തി സംസാരിക്കുന്നത് നിങ്ങൾക്ക് വളരെയേറെ നെഗറ്റീവായിട്ടുള്ള ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരെ മാനസികമായി തളർത്തുന്ന രീതിയിലൊന്നും തന്നെ സംസാരിക്കുവാനോ പ്രവർത്തിക്കുവാനോ പാടുള്ളതല്ല. ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് നേട്ടങ്ങളായി വരുമ്പോൾ നിങ്ങൾ അഹങ്കരിക്കാറുണ്ട് എന്നതും കൂടി 2ാമത്തെ ചിത്രം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ധിക്കരിക്കാതെ മുന്നോട്ട് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലാണ് നിങ്ങൾ മുന്നിലേക്ക് അഹങ്കാരത്തോടു കൂടി സഞ്ചരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് സർവ്വവിധ നാശവുമായിരിക്കും 2ാമത്തെ ചിത്രം നിങ്ങൾക്ക് നൽകുന്നത്. തിരഞ്ഞെടുത്തത് 3ാമത്തെ ചിത്രം ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരങ്ങളാലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളാലോ നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ സാധിക്കുന്ന ഒരു കാലമായിരിക്കും ഈ വരുന്ന കാലഘട്ടം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ തിരികെ ലഭിക്കുന്ന ഒരു സാഹചര്യവും ഈ ഒരു 3ാമത്തെ ചിത്രം നിങ്ങൾക്ക് നൽകുന്നതാണ്. അതിനായിട്ട് ഒരുപാട് പ്രയത്നിക്കേണ്ടതായിട്ടും വരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ അഹങ്കാരങ്ങളൊക്കെ ത്യജിച്ച് നല്ല ഉത്തമനായ ഒരു മനുഷ്യനായി മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫലം ലഭിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ അനുഭവിക്കുന്നതൊക്കെ തന്നെ നിങ്ങൾ മുൻപ് ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് എന്നതും കൂടി 3ാമത്തെ ചിത്രം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രത്തോളം വിഷമിക്കേണ്ടി വരുന്നതെന്നും പറയുന്നുണ്ട്. അപ്പോ ഇനിയുള്ള കാര്യത്തിൽ, ഇനിയുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് നന്മ മാത്രമേ ഉള്ളൂ എന്നും 3ാമത്തെ ചിത്രം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആർജവമായ ആ ഒരു ശക്തിയിൽ, മനോബലത്തിൽ നിങ്ങൾ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാം ശുഭമാകുമെന്ന് പറയുന്നുണ്ട്. അതിനായിട്ട് തന്നെ ഒരു ശപഥം ചെയ്യുക, ഞാൻ ഇനി അങ്ങനെയുള്ള തെറ്റുകളൊന്നും ചെയ്യില്ല, എനിക്ക് വിജയിച്ചേ മതിയാവൂ എന്ന് ചിന്തിച്ചാൽ 100%വും 3ാമത്തെ ചിത്രം നിങ്ങൾക്ക് വിജയം പ്രദാനം ചെയ്യുന്നു. നിങ്ങൾ തൊട്ടത് 4ാമത്തെ ചിത്രം ആണെങ്കിൽ
വിവാഹം നടക്കാതെ ഇരിക്കുന്ന ഒരു കാലഘട്ടമാണെങ്കിൽ തീർച്ചയായിട്ടും വിവാഹം നടക്കുന്ന ഒരു കാലം തന്നെയായിരിക്കും. നല്ല സമ്പത്തൊക്കെ ലഭിക്കുന്ന ഒരു കാലം തന്നെയായിരിക്കും നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നത്. നിങ്ങൾ നന്നായിട്ട് തന്നെ ധർമ്മം ചെയ്യുക, ആരെങ്കിലുമൊക്കെ സഹായിക്കുക, അതുപോലെ ഭക്ഷണങ്ങളൊക്കെ വാങ്ങി കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ചെയ്യുക. ഇതിനെയൊക്കെ ധർമ്മമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. തിങ്കളാഴ്ച തോറും വ്രതം ആചരിക്കുന്നത് നിങ്ങൾക്ക് വളരെ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കും. ദൈവം എപ്പോഴും തുണയായി തന്നെയാണ് നിങ്ങൾക്ക് ഇരിക്കുന്നത്. എന്നാൽ നിങ്ങൾ പണമാണ് വലുത് എന്ന് നിങ്ങൾ വിശ്വസിച്ചു പോകുന്നത് കൊണ്ട് എല്ലായിടത്തും തോൽവികൾ സംഭവിക്കുന്നു. എല്ലാറ്റിലും വെച്ച് നിങ്ങൾ സ്നേഹിക്കുന്നത്, വളരെയധികം സ്നേഹിക്കുന്നത് പണമാണ് എന്നതാണ്. അത് ഒരു ചീത്തയായ ഒരു സ്വഭാവമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെ മുന്നിലേക്ക് പോകുവാനാണ് നിങ്ങൾ ഉറപ്പിച്ചിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും വലിയ ഒരു അപകടം നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സമയം കൂടി ആയി വരും ഇനി വരുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ ഒരു ചിന്താഗതികളിലൂടെ പോയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ വളരെ ഏറെ നോട്ടപ്പുള്ളികളായി വെച്ചിട്ടുണ്ടെന്ന് കൂടി മനസ്സിലാക്കുക. അതുപോലെ തന്നെ അമിതമായ ഇത്തരത്തിലെ പണക്കൊതി നിങ്ങളെ വഴി പിഴപ്പിച്ച മറ്റു രീതികളിൽ കൊണ്ടുപോകുവാനും ശ്രമിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഈ 4ാമത്തെ ചിത്രം കൊണ്ട് നിങ്ങൾ വളരെ ഏറെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ നിങ്ങൾക്ക് വളരെ നല്ല ഫലത്തെ പ്രദാനം ചെയ്യുമെന്ന് കൂടി പറയുന്നുണ്ട്. 5ാമത്തെ ചിത്രമാണ് താങ്കൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾക്ക് ഉള്ള ശത്രുക്കളൊക്കെ ഒഴിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടമായി മാറും എന്നുള്ളത് സത്യമായ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു തർക്കത്തിലൂടെ നിങ്ങൾക്ക് ഒരു വലിയ വിജയം ഉണ്ടാകുവാനും പോകുന്നു എന്ന് പറയുന്നത്. കേസുകളാവാം, അതല്ലാതെ മറ്റെന്തെങ്കിലും വഴക്കുകളാവാം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ തർക്കങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വിജയം പ്രാപ്തമാക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുക. ആരോടും തന്നെ നിങ്ങൾ ഒരു വിരോധവും വെക്കേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരനിൽ നിങ്ങൾ വിശ്വാസം അർപ്പിച്ച് മുന്നിലേക്ക് പോകുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റൊന്ന് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, മറ്റ് ഏതെങ്കിലും ദേശങ്ങളിലേക്ക് പോയാൽ നിങ്ങൾക്ക് നല്ല വിജയം ലഭിക്കുമോ എന്ന ഒരു ചിന്ത എപ്പോഴും നിങ്ങൾക്കുണ്ട്. വിദേശത്ത് പോയാൽ കൊള്ളാമെന്ന്, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്താൽ കൊള്ളാമെന്ന ചിന്തയൊക്കെ ഉണ്ടാവും. എന്നാൽ ഇതൊക്കെ തന്നെ നിങ്ങളെ ഏതൊരു സാഹചര്യത്തിലും പിന്തുണയ്ക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. കാരണം എവിടെ പോയാലും നിങ്ങൾക്ക് ഇത്തരം ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ കുടുംബത്തെ മറന്നു പോകാതെ, കുടുംബത്തെ എപ്പോഴും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവകാര്യ വിജയം ഉണ്ടാകും. എപ്പോഴും കുടുംബത്തിന്റെ താങ്ങും തണലും ഒക്കെ നിങ്ങളാണെന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്നാണ്. ഇപ്പോ സുഖ സൗകര്യങ്ങളൊക്കെ ലഭിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പല വിധത്തിലുള്ള ചിന്തകൾ വരികയും അതിലൂടെ പല മാറ്റങ്ങൾക്കും ശ്രമിക്കുന്നതോടെ നിങ്ങൾക്ക് വളരെയേറെ മോശം ഫലങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയേറെ ശ്രദ്ധയോടുകൂടി ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ മുന്നേ ഉള്ള കാലത്തേക്കാളും വലിയ ഒരു മുന്നേറ്റം നിങ്ങൾക്ക് ഉണ്ടായി കിട്ടുമെന്ന് 5ാമത്തെ ചിത്രം പറയുന്നുണ്ട്. ഒരു ഫിനിക്സ് പക്ഷിയെ പോലെയൊക്കെ ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുമെന്നൊക്കെയും പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഫലങ്ങളൊക്കെയും അടുത്ത 14 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഫലത്തിൽ വന്നു ചേരുന്ന ഒരു സാഹചര്യമാണ് ഇനി വരാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്.